അപ്രകാരം 10-30 കൊല്ലക്കാലത്തെ കാത്തിരിപ്പിനൊടുവിൽ വയനാട്ടിലെ തുരങ്കപാത യാഥാർത്ഥ്യമാവുകയാണ്. കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിൻ്റെ നിരവധിയായ വികസന പ്രവർത്തനങ്ങളുടെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ തുരങ്കപാത. കഴിഞ്ഞ 10-30 കൊല്ലക്കാലത്തോളം പല ഭരണകൂടങ്ങളും ഇതിനു വേണ്ടി പ്രയത്നിച്ചിട്ടുണ്ട്, പല പഠനങ്ങളും നടത്തിയിട്ടുണ്ട്. എന്നാൽ ഇത് ഇപ്പോൾ യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. വയനാട്ടിലെ ആനക്കാംപൊയിൽ തുടങ്ങി മേപ്പാടി വഴി കള്ളാടി പ്രദേശത്ത് എത്തിച്ചേരുന്ന നിലക്കാണ് ഈ തുരങ്ക പാതയുടെ രൂപകൽപ്പന നടന്നിട്ടുള്ളത്. ഏകദേശം 8 കിലോമീറ്ററോളമാണ് ഈ തുരങ്കപാത കടന്നു പോകുന്നത്. ഇത് കേരളത്തിലെ ഏറ്റവും വലിയ തുരങ്കപാതയാണ് എന്നതിനപ്പുറം ഇന്ത്യ രാജ്യത്തെ ഏറ്റവും വലിയ നീളമേറിയ തുരങ്കപാതയായിട്ട് മാറാൻ പോവുകയാണ്. ഈ തുരങ്കപാത നിർമ്മിക്കുന്നതിന് വേണ്ടി വലിയ ഒരു തുക, കോടിക്കണക്കിന് രൂപ സർക്കാർ ചെലവാക്കും. അതിനുള്ള ഫണ്ട് എപ്രകാരം സമാഹരിക്കണം എന്ന കാര്യത്തിലും ഗവൺമെൻറ് ഒരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ആരൊക്കെ തുരങ്കം വെച്ചാലും ആരൊക്കെ പാര പണിതാലും ഈ ഒരു പദ്ധതി സമയബന്ധിതമായിട്ട് പൂർത്തിയാക്കും എന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയവും ഇല്ല. കാരണം ഇച്ഛാശക്തിയുള്ള ഒരു മുഖ്യമന്ത്രി സംസ്ഥാനം ഭരിക്കുന്നു, ഒപ്പം പ്രഗത്ഭനായ ഇച്ഛാശക്തിയുള്ള ഒരു പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രിയും നമുക്കുണ്ട്. ഒപ്പം ശക്തമായ ഒരു ഭരണകൂടവുമുണ്ട്, ഭരണാധികാരികളുമുണ്ട്, മറ്റു മന്ത്രിമാരുമുണ്ട്. ഇവരെല്ലാവരും കൂടി ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ വലിയ താമസമില്ലാതെ, കാലവിളംബമില്ലാതെ ഈ പദ്ധതി പൂർത്തീകരിക്കാൻ പറ്റും എന്ന് തന്നെ മലയാളികൾ വിശ്വസിക്കുന്നു. ഈ ഗവൺമെൻറ്റിൻ്റെ പ്രവൃത്തിയിൽ മലയാളികൾക്ക് ഒന്നടങ്കം വിശ്വാസമുണ്ട്. ഏതായാലും വയനാട്ടിലെ ഈ തുരങ്കപാത യാഥാർത്ഥ്യമാകുന്നതോടുകൂടി വയനാടിൻ്റെ മുഖച്ഛായ തന്നെ മാറും എന്നത് യാതൊരു സംശയവുമില്ല. ലോക ടൂറിസം ഭൂപടത്തിലെ ഒരു ഡെസ്റ്റിനേഷനായിട്ട് വയനാട് മാറും എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. ഈ കള്ളാടി, മേപ്പാടി, ആനക്കാംപൊയിൽ തുടങ്ങിയ പ്രദേശങ്ങളൊക്കെ തന്നെ ലോക ടൂറിസ്റ്റുകളുടെ ശ്രദ്ധയിലേക്ക് വരുന്ന കാലം അതിവിദൂരമല്ല. ഒപ്പം വയനാട്ടുകാരുടെ കഷ്ടപ്പാടുകളാണ് ഇവിടെ തീരാൻ പോകുന്നത്. കാരണം ഈ താമരശ്ശേരി ചുരം ഇറങ്ങി വന്ന് കൊണ്ടുള്ള ഒരു ഗതാഗത മാർഗമാണ് അവർക്ക് കാലാകാലങ്ങളായിട്ട് നേരിടേണ്ടി വന്നിട്ടുള്ളത്. മഴക്കാലത്തൊക്കെ വലിയ കെടുതിയാണ് ഈ യാത്ര എന്ന് പറയുന്നത്. ഇവിടെ മണ്ണിടിച്ചിൽ നിത്യസംഭവമാണ്, ട്രാഫിക് ജാം അത് നിത്യസംഭവമാണ്. ഞായറാഴ്ച, ശനിയാഴ്ച ദിവസങ്ങളിലൊക്കെ കണ്ടമാനം വാഹനങ്ങൾ വരുന്നത് കൊണ്ട് ഈ ചുരത്തിലൂടെയുള്ള യാത്ര വളരെയധികം ഗതികെട്ടതാണ്. ഒപ്പം ചികിത്സ, അത്യാവശ്യ ചികിത്സ, ഗുരുതരമായ രോഗമൊക്കെ ബാധിച്ച ആളുകളെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവരാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വലിയ പ്രയാസമാണ് നിലവിൽ വയനാട്ടുകാർ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അവരുടെ വ്യവസായ വാണിജ്യ ബന്ധമൊക്കെ മറ്റു ജില്ലകളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതിനും ഈ ചുരം നിലവിൽ വലിയ തടസ്സമാണ്. ഏതായാലും ഈ ഒരു തുരങ്കപാത യാഥാർത്ഥ്യമാകുന്നതോടുകൂടി വയനാട്ടുകാരുടെ എക്കാലത്തുമുള്ള ദുരിത ജീവിതത്തിന് ഒരു അറുതി വരികയാണ്. ഒപ്പം മൈസൂർ, ബാംഗ്ലൂർ, കൊച്ചി വ്യാവസായിക ഇടനാഴിയുടെ വികസനവും സാധ്യമാകും. ചരക്ക് നീക്കമൊക്കെ അതിഗംഭീരമായിട്ട് അതിവേഗതയിൽ നടക്കും. അപ്രകാരം വയനാട് എന്ന് പറയുന്ന ജില്ലയുടെ മുഖച്ഛായ തന്നെ ഭാവിയിൽ മാറുന്ന ഒരു പ്രക്രിയയാണ് ഈ തുരങ്കപാതയുടെ നിർമ്മാണത്തിലൂടെ നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. ഒപ്പം ഈ കൊച്ചു കേരളം തന്നെ ലോകത്തിൻ്റെ ടൂറിസം ഭൂപടത്തിൽ ഒരിക്കൽ കൂടി ശ്രദ്ധയാകർഷിക്കാൻ പോവുകയാണ്. ലോകത്താകമാനമുള്ള സഞ്ചാരികൾ ഇങ്ങോട്ടേക്ക് ആകർഷിക്കപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല.
ഒപ്പം ആഭ്യന്തര ടൂറിസ്റ്റുകളും ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പല ഭാഗത്തു നിന്നും ഭാവിയിൽ ഈ തുരങ്കപാത കാണാനെങ്കിലും വന്നെത്തും എന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ വയനാട് ജില്ലയുടെയും ഒപ്പം കേരള സംസ്ഥാനത്തിൻ്റെയും വികസനത്തിൻ്റെ ഒരു വലിയ നാഴികക്കല്ലായി ഈ തുരങ്കപാത മാറും എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. അതുകൊണ്ട് തന്നെ കേരള സർക്കാരിനെ സംബന്ധിച്ച് അഭിമാനിക്കാവുന്ന ഒരു നേട്ടത്തിൻ്റെ തുടക്കമാണ് ഇവിടെ കുറിക്കപ്പെട്ടിട്ടുള്ളത്.